ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റാറിൻ്റെ കൊക്കൂൺ ചെയ്യാനാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാറിൻ്റെ കൊക്കൂണാണിത്. ഇതൊരു കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവർ ബേബീസിന് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ പിങ്കും ബ്ലൂ അങ്ങനെ 2 കളേഴ്സിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ ഒരു ബ്ലൂവിൽ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 2 3 ചെയിൻ ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ചെയിൻ 1 ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ ഒരു സ്പേസ് തന്നെയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 5 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. വീണ്ടും നമ്മളൊരു DC ചെയ്യും. പിന്നെ നമ്മൾ ചെയിൻ 1 ചെയ്യും. അത് നമ്മളൊരു സെറ്റ് ആയിട്ട് കണക്കാക്കും. അങ്ങനെ നമ്മൾ 5 സെറ്റാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ അങ്ങനെ നമ്മൾ 5 പ്രാവശ്യം ചെയ്യണം. ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതാണ്. 2 DC ചെയ്യുക. എപ്പോഴും നമ്മൾ ആ സെൻറ്ററിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. 2 DC ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ 4 സെറ്റ് ചെയ്തു. ചെയിൻ 1 ചെയ്യുക. ഇനി ഒരു സെറ്റും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത സെറ്റ് നമ്മൾ 2 DC ചെയ്യുക. ഈ സെയിം സ്പേസ് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2. അപ്പോൾ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക 5 എണ്ണം കിട്ടിയിട്ടില്ലേന്ന്. 5 എണ്ണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ റൗണ്ട് ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓരോ റൗണ്ട് ചെയ്യുമ്പോൾ ആ റൗണ്ട് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവുക. അപ്പോൾ 2 DC ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് ചെയ്ത 3 DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3rd ചെയിനിൽ ടോപ്പിൽ ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് 3 ചെയിൻ ചെയ്യുക. നേരത്തെ ചെയ്തപ്പോൾ തന്നെ സെയിം സ്പേസിൽ നമുക്കൊരു DC ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. താഴെ ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ നേരെ ടോപ്പിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ താഴെ ചെയ്ത 2 സ്റ്റിച്ചിനെ 4 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 3 ചെയിൻ ഒരു DC ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ 2 DC ചെയ്തു. ഈ ചെയിൻ 1 ചെയ്യുക. ഇനി അടുത്ത സെറ്റ് ഞങ്ങൾ 5 സെറ്റാണല്ലോ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് സെറ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് DCൻ്റെ ടോപ്പിൽ നമുക്ക് 2 DC ചെയ്ത് കൊടുക്കാം. ഒരു സെയിമിൽ തന്നെ ഒരു DCയും കൂടി ചെയ്യാം. ഇനി അടുത്ത ചെയിനിൽ ഇപ്പോൾ ഒരു ചെയിനിൽ നമുക്ക് 2 എണ്ണം ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ നമ്മൾ 2 സ്റ്റിച്ചിനെ മുകളിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ 4 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് എഴുതി വെക്കുക. അതിന് ശേഷം ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി അടുത്ത സെറ്റിൽ 2 ഡബിൾ ക്രോഷ്യ ഉണ്ട്. ആ 2 ഡബിൾ ക്രോഷ്യേൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ 2 എണ്ണം ചെയ്യാം. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 5 ടൈംസ് ചെയ്യണം. 5 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് 4 സ്റ്റിച്ചിൻ്റെ 5 സെറ്റാണ് കിട്ടുക. താഴെ റൗണ്ടിൽ 2 ഡബിൾ ക്രോഷ്യേൻ്റെ 5 സെറ്റ് കിട്ടി.
ഈ റൗണ്ടിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യേൻ്റെ 5 സെറ്റ് കിട്ടും. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ ചെയിൻ 1 ചേർക്കുന്നുണ്ട്. 4 സെറ്റ് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ 1 ചേർക്കാം. താഴെ ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. താഴെ ചെയ്ത ഡബിൾ ക്രോഷ്യേയുടെ ടോപ്പിൽ രണ്ടെണ്ണം വീതം ചെയ്യുക. താഴെ 2 ഡബിൾ ക്രോഷ്യാണ് ഒരു സെറ്റിലുള്ളത്. മുകളിൽ അത് 4 സെറ്റാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്യുക. അങ്ങനെ ഓരോ റൗണ്ടും എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സെറ്റിൽ ഇതുപോലെ തന്നെ 2 ചെയ്യാം. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിൽ അതുപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ടോട്ടൽ നമുക്ക് 4 സ്റ്റിച്ച് കിട്ടും. ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത് ആ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് 4 DCൻ്റെ 5 സെറ്റാണ് കിട്ടിയിട്ടുള്ളത്. 4 DC ചെയ്തു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് 4 DC 5 സെറ്റ് കിട്ടിയിട്ടില്ലയെന്ന് നോക്കുക. 5 സെറ്റ് കിട്ടിയെങ്കിൽ മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഓരോ റൗണ്ടും കറക്റ്റ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇനി അടുത്ത റൗണ്ട് നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ചെയ്യുക. എല്ലാ സ്റ്റാർട്ടിങ്ങിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 3 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലൊക്കെ നമ്മൾ 1 ആണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ ഒരു DC ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലും ഒരു DC ചെയ്യുക. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റിച്ചായേ. അപ്പോൾ നമ്മൾ 4ാമത്തെ സ്റ്റിച്ചാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2 ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ചെയ്യുക. സെക്കൻഡ് പിന്നെ വരുന്ന എല്ലാ സ്റ്റിച്ചിലും 1 ചെയ്യുക. ലാസ്റ്റ് സ്റ്റിച്ചിലും 2. ഫസ്റ്റ് സ്റ്റിച്ചിലും 2, ലാസ്റ്റ് സ്റ്റിച്ചിലും 2 ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ചെയ്തു. ലാസ്റ്റ് സ്റ്റിച്ചിലും 2 ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി അടുത്ത നമ്മൾ 5 പാർട്ടാണല്ലോ. അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റിൽ 2 ചെയ്യുക. പിന്നെ എത്ര സ്റ്റിച്ച് ഉണ്ടെങ്കിലും 1 ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റിച്ചിലും ഇതിലിപ്പോൾ നമുക്ക് 2 1 ആണ് ചെയ്യാനുള്ളത്. പിന്നെ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിലും ലാസ്റ്റ് സ്റ്റിച്ചിലും ആണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സ്റ്റിച്ചിലും 1 ചെയ്തു. ഫസ്റ്റിൽ നമ്മൾ 2 ചെയ്തു. സെക്കൻഡ് 1 ചെയ്തു. ലാസ്റ്റ് സ്റ്റിച്ചിലും അതുപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇതാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞത്. മുകളിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്ന സ്റ്റിച്ചിൽ നമുക്ക് എത്ര സ്റ്റിച്ച് ഉണ്ട്? ഇപ്പോൾ നമുക്ക് 2 സ്റ്റിച്ചാണ് ഉള്ളത്. അപ്പോൾ 2 സ്റ്റിച്ചിലും 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു DC ചെയ്യാണ്. തേർഡ് സ്റ്റിച്ചിലും ഒരു DC ചെയ്യാണ്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചാണ്. അതിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഓരോ സെറ്റ് കഴിയുമ്പോഴും ചെയിൻ 1 ചെയ്യണേ, അത് മറക്കരുത്. അപ്പോൾ അതൊക്കെയാണ് ചെറിയ ബിഗിനേഴ്സിന് വരുന്ന മിസ്റ്റേക്കൊക്കെ. അപ്പം ഫസ്റ്റ് സ്റ്റിച്ചിലും ലാസ്റ്റ് സ്റ്റിച്ചിലും 2 ചെയ്തു. ചെയിൻ 1 ചെയ്തു. ഇനി വീണ്ടും അടുത്ത സെറ്റിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അതിൻ്റെ നടുവിൽ എത്ര സ്റ്റിച്ചാണോ വരുന്നത്, ഇനി മുകളിലേക്കൊക്കെ വരുമ്പോൾ ആ നടുവത്തെ സ്റ്റിച്ചസ് കൂടി വരും. ഇപ്പം തേർഡ് റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് 2 സ്റ്റിച്ചേ ഉള്ളൂ നടുവിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2, ബാക്കി സ്ഥലത്ത് 1 ചെയ്യുക. പിന്നെ ലാസ്റ്റ് സ്റ്റിച്ചിലും 2 ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇൻക്രീസിങ് ചെയ്ത് നമ്മൾ ആ റൗണ്ട് വലുതാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ സെറ്റ് കഴിയുമ്പോഴും നമുക്ക് ചെയിൻ 1 ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗം സെപ്പറേറ്റ് ആയി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറിൻ്റെ പെറ്റൽസിൻ്റെ സെൻറ്ററത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ടു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ബാക്കി വരുന്ന 2 സ്റ്റിച്ചിലും 1 സ്റ്റിച്ച് 1 ചെയ്യുക, 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റ് സ്റ്റിച്ചിൽ അതുപോലെ തന്നെ നമ്മൾ 2 ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഒരു ചെയിൻ 1 ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെ റൗണ്ട് നമുക്ക് ഇൻക്രീസായി വരുന്നുണ്ട്. അപ്പോൾ ഈ റൗണ്ടിലും നമ്മൾ എല്ലാ റൗണ്ടിലും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 ചെയിനാണ് ചെയ്യുന്നത്. 3 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ റൗണ്ടിലും നമ്മൾ ഈ ഒരു ഇൻക്രീസിങ് ചെയ്യുന്ന അത്രയും എത്ര റൗണ്ടാണോ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത് അത്രയും റൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ചെയ്യുക. പിന്നെ സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ബാക്കി ലാസ്റ്റ് ചെയിനിലാണ് ഒരു ഇൻക്രീസിങ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വരുന്ന എത്ര സ്റ്റിച്ചാണോ ഉള്ളത് അത്ര സ്റ്റിച്ചിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞത് ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിലും ലാസ്റ്റ് സ്റ്റിച്ചിലും നമ്മൾ ഇൻക്രീസിങ് ചെയ്തു. ബാക്കി എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. പിന്നെ നമ്മൾ ആ ഒരു സെറ്റ് കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്യാം. വീണ്ടും നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ബാക്കി വരുന്ന എല്ലാ സ്റ്റിച്ചിലും 1 ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ചെയ്തു. ഇനി നമുക്കിങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ലാസ്റ്റ് സ്റ്റിച്ച് എത്തുന്ന വരെ ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു 1 ഇങ്ങനെ ഇൻക്രീസായിട്ട് വരും. അതൊന്നും നമ്മൾ നോക്കണ്ട. ഫസ്റ്റ് സ്റ്റിച്ചിലും ലാസ്റ്റ് സ്റ്റിച്ചിലും മാത്രമാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത് 2 ഡബിൾ ക്രോഷ്യ ഒരു സെയിം സ്പേസിൽ തന്നെ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഒരു സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്യണേ. അപ്പോൾ ഇത് എത്രയാണോ നമുക്ക് മെഷർമെൻറ്റ് വേണ്ടത് അത്രയും മെഷർമെൻറ്റ് എത്തുന്നവരെ ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, എൻഡിങ്ങിലും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ചെയ്യുക, ലാസ്റ്റ് സ്റ്റിച്ചിലും 2 ചെയ്യുക. ബാക്കി വരുന്ന എല്ലാ സ്പേസിലും 1 ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. ഓരോ സെറ്റ് അങ്ങനെ 5 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഈ 5 സെറ്റും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ടിൽ മുഴുവനും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 2 എൻഡിങ്ങിൽ 2 DC എന്നുള്ള പാറ്റേൺ ചെയ്തു. ചെയിൻ 1 ചെയ്യുക. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് റിമൂവ് ചെയ്തത്. ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ ഒരു DC ചെയ്യുക. എല്ലാ റൗണ്ടിലും സ്റ്റാർട്ടിങ്ങിൽ സെയിം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ബാലൻസ് വരുന്ന എല്ലാ സ്റ്റിച്ചിലും ഓരോ DC വീതം ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ ആണ് ഇത് കേട്ടോ. ഇത് നമുക്ക് ടേബിൾ മാറ്റ് ഒക്കെ ചെയ്യാം. ഈ ഒരു സ്റ്റാർ അല്ലാതെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയാൽ ടേബിൾ മാറ്റ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നിങ്ങൾ മെഷർമെൻറ്റ് നോക്കുക. എത്രയാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ റൗണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് റൗണ്ടിലും ലാസ്റ്റ് റൗണ്ടിലും മാത്രമാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ചെയിനിലും ഓരോ DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഒരു സെറ്റ് കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഫസ്റ്റ് ചെയിനിൽ 2 പിന്നെ ബാക്കി എല്ലാ ചെയിനിലും 1 ചെയ്യുക. പിന്നെ ലാസ്റ്റ് ചെയിനിൽ 2 ചെയ്യുക. സിമ്പിൾ പാറ്റേൺ ആണിത്.
സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത്രയും മെഷർമെൻറ്റ് എത്തുന്നവരെ എനിക്കൊരു 30 സെൻറ്റിമീറ്റർ 15 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ഇതെത്തുന്ന വരെ നമുക്ക് ഇത് സെയിം പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ചെയിൻ 3 ചെയ്യുക, സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ബാക്കി എല്ലാ ചെയിനിലും 1 1 1 ചെയ്യുക, പിന്നെ ലാസ്റ്റ് ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക, പിന്നെ നമുക്ക് ചെയിൻ 1 ചെയ്ത് കൊടുക്കുക, അതിന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു പാറ്റേൺ എത്ര മെഷർമെൻ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, ഒരു ബേബീസിൻ്റെ അളവ് എടുത്തിട്ട് ബേബിക്കിപ്പോൾ 30 സെൻറ്റിമീറ്റർ ആണ് വേണമെന്നുണ്ടെങ്കിൽ, അല്ല 30 ഇഞ്ചാണ് വേണമെന്നുണ്ടെങ്കിൽ 15 ഇഞ്ചിൻ്റെ എത്തണ വരെ നമുക്കിങ്ങനെ ഈ റൗണ്ട് ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം.